ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വീലേൺ. വേൾഡ് ജോഗ്രഫിയുടെ 9ാമത്തെ വീഡിയോ ആണ് ലാറ്റിറ്റ്യൂഡുകളും ലോങ്ങിറ്റ്യൂഡുകളും. വളരെ വലിയൊരു ടോപ്പിക്കാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വീഡിയോയിലോട്ട് കംപ്ലീറ്റ് ആയില്ല. നമുക്കിതിനെ ചില പാർട്ടുകളായിട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ലാറ്റിറ്റ്യൂഡുകൾ എന്നാൽ, അല്ലെങ്കിൽ നമുക്ക് അക്ഷാംശ രേഖകൾ എന്ന് നമുക്കിതിനെ മലയാളത്തിൽ പറയാം. നമുക്കറിയാം, നമ്മുടെ ഭൂമിയെ രണ്ട് തുല്യ അർദ്ധഗോളങ്ങളായി വേർതിരിച്ചുകൊണ്ട് നമ്മുടെ ഭൂമിയുടെ ഒത്ത നടുക്കുകൂടി കടന്നു പോകുന്ന സാങ്കല്പിക രേഖയാണ് നമ്മുടെ ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖ. അങ്ങനെയുള്ള നമ്മുടെ ഭൂമധ്യരേഖയും അതിന് പാരലായി, അതായത് നമ്മുടെ ഭൂമധ്യരേഖയ്ക്ക് ഇത് പാരലായി അല്ലെങ്കിൽ സമാന്തരമായി വരുന്ന സർക്കിളുകളെ അല്ലെങ്കിൽ ലൈനുകളെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ പാരലുകൾ എന്ന് വിളിക്കുന്നത്. ഇനി മലയാളത്തിലാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളിവയെ അക്ഷാംശ രേഖകൾ എന്നും വിളിക്കും. യഥാർത്ഥത്തിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള ലൈനുകളാണുള്ളത്. ഒന്നാമതായി ലാറ്റിറ്റ്യൂഡും രണ്ടാമതായി ലോങ്ങിറ്റ്യൂഡ്സുകളും. അപ്പോൾ എന്തിനാണ് ഈ ലൈനുകൾ, ഈ രണ്ട് തരത്തിലുള്ള രേഖകൾ നമ്മൾ രൂപപ്പെടുത്തി എടുത്തിട്ടുള്ളത്? നമുക്കറിയാം, നമ്മുടെ ഭൂമിയിൽ വിവിധ സ്ഥലങ്ങളുണ്ട്, രാജ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ കുറേയധികം കാലാവസ്ഥ പ്രതിഭാസങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എക്സാക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ, നമുക്ക് സ്ഥാനം തിരിച്ചറിയാനായിട്ടാണ് നമ്മൾ ഈ ലാറ്റിറ്റ്യൂഡുകളും ലോങ്ങിറ്റ്യൂഡുകളും രൂപപ്പെടുത്തി എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട ലാറ്റിറ്റ്യൂഡുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. നമുക്ക് എല്ലാ ലാറ്റിറ്റ്യൂഡുകളുടെയും പേര് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജോഗ്രഫി പരമായിട്ട് വളരെ പ്രാധാന്യമുള്ള ചില ലാറ്റിറ്റ്യൂഡുകളെ നമ്മൾ പേരിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ അതിലൊന്നാമത്തതാണ് ഭൂമധ്യരേഖ. 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനെയാണ് നമ്മൾ ഭൂമധ്യരേഖ അല്ലെങ്കിൽ ഇക്വേറ്റർ എന്ന് വിളിക്കുന്നത്. ഇതേ ഭൂമധ്യരേഖയുടെ മുകളെന്ന് പറയുമ്പോൾ നോർത്തിലേക്കും, ഇനി താഴേക്കെന്ന് പറയുമ്പോൾ സൗത്തിലേക്കും നമ്മൾ ചില പ്രധാനപ്പെട്ട ലാറ്റിറ്റ്യൂഡുകൾ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഭൂമധ്യരേഖയുടെ നോർത്തിലേക്ക് അല്ലെങ്കിൽ നമുക്ക് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ എത്തിച്ചേരുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട രേഖയാണ് 23.5 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്ന ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇനി ഇതേ ട്രോപ്പിക് ഓഫ് ക്യാൻസറും കടന്ന് നമ്മൾ മുകളിലേക്ക്, അതായത് നോർത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു ലാറ്റിറ്റ്യൂഡിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇതാണ് 66.5 ഡിഗ്രി നോർത്ത്. അതുമല്ലെങ്കിൽ ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ആർട്ടിക് സർക്കിൾ. ഇനി നമ്മുടെ ആർട്ടിക് സർക്കിളും കഴിഞ്ഞ് നമ്മൾ നോർത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും അവസാനമായിട്ട് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് 90 ഡിഗ്രി നോർത്ത്. ഈ 90 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നോർത്ത് പോൾ എന്ന രീതിയിൽ. അപ്പോൾ ഈ ഒരു ലാറ്റിറ്റ്യൂഡ് മാത്രം നമ്മുടെ 90 ഡിഗ്രി നോർത്ത് ആയിക്കോട്ടെ, 90 ഡിഗ്രി സൗത്ത് ആയിക്കോട്ടെ, ഇതിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. ബാക്കി ലാറ്റിറ്റ്യൂഡുകളെല്ലാം നമുക്കൊരു വൃത്താകൃതിയിലോ അല്ലെങ്കിൽ നമുക്കൊരു സമാന്തരമായിട്ട് പോകുന്ന ലൈനുകളോ ആയിട്ട് നമുക്ക് വേർതിരിച്ച് കാണാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ 90 ഡിഗ്രി നോർത്തും സൗത്തും മാത്രം വെറും ഒരു പോയിന്റ് മാത്രമാണെന്ന് ഞാൻ പറഞ്ഞു. ഈ പോയിന്റിനുള്ള മറ്റൊരു പ്രത്യേകത, നമ്മൾ രേഖാംശ രേഖകൾ പഠിക്കുന്ന സമയത്ത്, അത് നമ്മുടെ ലോങ്ങിറ്റ്യൂഡ്സ് പഠിക്കുന്ന സമയത്ത് എല്ലാ ലോങ്ങിറ്റ്യൂഡ്സുകളും വന്ന് അവസാനിക്കുന്നത് ഈ നോർത്ത് പോളിലും സൗത്ത് പോളിലുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ പല ടെക്സ്റ്റ് ബുക്കുകളിലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഇതിനെ ഒരു ലാറ്റിറ്റ്യൂഡായിട്ട് കണക്കാക്കാറുമില്ല. അത് നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ഭൂമധ്യരേഖയുടെ സൗത്തിലേക്ക്, അതായത് നമ്മുടെ താഴേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എത്തിച്ചേരുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട ലാറ്റിറ്റ്യൂഡാണ് 23.5 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ്. ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന പേരിലും. ഇനി നമ്മൾ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും കഴിഞ്ഞ് നമ്മൾ സൗത്തിലേക്ക് പോരുകയാണെങ്കിൽ നമുക്ക് അടുത്തതായി എത്തിച്ചേരാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലാറ്റിറ്റ്യൂഡാണ് 66 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന അന്റാർട്ടിക് സർക്കിൾ. ഇനി ഇതേ അന്റാർട്ടിക് സർക്കിളും കഴിഞ്ഞ് പിന്നെ നമ്മൾ സൗത്തിലേക്ക് പോരുകയാണെങ്കിൽ നമുക്ക് അവസാനമായി എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് 90 ഡിഗ്രി സൗത്ത്. ഈ 90 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ് അറിയപ്പെടുന്ന പേരാണ് സൗത്ത് പോൾ എന്ന പേരിലും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ പല എക്സാംസിനും കുട്ടികൾക്ക് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എക്സാംസ് ഒക്കെ വരുന്ന സമയത്ത് പല പിള്ളേർക്കും തെറ്റിപ്പോകുന്നൊരു കാര്യമാണ്, നമുക്ക് യഥാർത്ഥത്തിൽ എത്ര ലാറ്റിറ്റ്യൂഡുകൾ ഉണ്ട് എന്നൊരു ചോദ്യം വരുന്ന സമയത്തേക്ക് നമുക്കവിടെ 181 ചിലപ്പോൾ ആൻസർ കാണാം, അതുപോലെ തന്നെ 179 ആൻസർ കാണാം. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, NCERT ടെക്സ്റ്റ് ബുക്ക് പ്രകാരം നമുക്ക് 179 ലാറ്റിറ്റ്യൂഡുകളാണുള്ളത്. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സൗത്ത് പോളും നോർത്ത് പോളും അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അത് വെറും ഒരു പോയിന്റ് മാത്രമാണ്. അവിടെ നമ്മൾ ഈ പറയുന്നത് പോലെ പാരലൽ, നമ്മുടെ ഇപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആയിക്കോട്ടെ, കാപ്രിക്കൺ ആയിക്കോട്ടെ, അത് നമുക്ക് കറക്റ്റ് വൃത്താകൃതിയിൽ നമ്മുടെ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി പോകുന്ന ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു ലൈൻ പോലെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
എന്നാൽ അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നോർത്ത് പോളും സൗത്ത് പോളും ഇതുപോലെ ഒരു ലൈനാണോ? അല്ല, അത് വെറും 2 ഡോട്ടുകൾ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും ലാറ്റിറ്റ്യൂഡുകളായിട്ട് പരിഗണിക്കാറില്ല. എന്നാൽ നിങ്ങൾക്കൊരു ചോദ്യം വരുവാണ്, നമ്മുടെ നോർത്ത് പോളും സൗത്ത് പോളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എത്ര ലാറ്റിറ്റ്യൂഡുകൾ ഉണ്ട് എന്നൊരു ചോദ്യമാണ് വരുന്നതെങ്കിൽ അതിന് ഉത്തരം എത്ര വരും? നമുക്ക് 181 വരും. കാരണം നമ്മുടെ ഈ നോർത്ത് പോളും വരും സൗത്ത് പോളും വരും. ഇനി ഇതില്ല എങ്കിൽ നമുക്ക് നോർത്തിലേക്ക് 89ഉം സൗത്തിലേക്ക് 89ഉം രണ്ടും കൂടി കൂടുന്ന സമയത്തേക്ക് 178, അതിൻ്റെ കൂടെ നമ്മുടെ ഇക്വേറ്ററും കൂടി വരുന്ന സമയത്തേക്ക് നമുക്ക് 179 ലാറ്റിറ്റ്യൂഡ് എന്ന പേരിലായിരിക്കും നമുക്ക് ഉത്തരം വരിക. അപ്പോൾ ഇൻക്ലൂഡിങ് നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 181 നമ്മുടെ ഉത്തരം വരിക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പോകാം. നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. നമ്മുടെ ഇന്ത്യയെ ഏകദേശം 2 തുല്യ ഭാഗങ്ങളായി വിഭജിച്ചുകൊണ്ട് നമുക്കൊരു ലാറ്റിറ്റ്യൂഡ് കടന്നു പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതേതാണ് ആ ലാറ്റിറ്റ്യൂഡ്? 23 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള ട്രോപ്പിക് ഓഫ് ക്യാൻസറാണ് ഇന്ത്യയെ ഏകദേശം 2 തുല്യ ഭാഗമായിട്ട് വിഭജിച്ചുകൊണ്ട് കടന്നു പോകുന്നത്. ഇത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം കേട്ടോ. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റിലേക്ക് പോകാം. നമ്മൾ ഈ പറഞ്ഞ ഈ ലാറ്റിറ്റ്യൂഡുകൾ അല്ലെങ്കിൽ പാരലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അടുത്തടുത്തുള്ള ഏത് 2 ലാറ്റിറ്റ്യൂഡുകൾ എടുത്താലും അതിനിടയിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും തുല്യമായിരിക്കും. നമ്മളിപ്പോൾ ഒരു 1 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 111 കിലോമീറ്ററാണ്. കൂടാതെ ഈ ലാറ്റിറ്റ്യൂഡുകൾക്കുള്ള മറ്റൊരു പ്രത്യേകത, ഇവയെല്ലാം പാരലുകളാണെന്ന് ഞാൻ പറഞ്ഞു. ഇവയെല്ലാം പാരലുകളുമാണ്, അതുപോലെ തന്നെ വൃത്താകൃതി സർക്കിൾസുമാണ്. നമ്മുടെ ഇക്വേറ്ററിൽ നിന്നും നമ്മൾ പോൾസിലേക്ക് പോകണം. നമ്മുടെ ഭൂമധ്യരേഖയിൽ നിന്നും നമ്മൾ സൗത്ത് പോളിലേക്കോ നോർത്ത് പോളിലേക്കോ പോകും തോറും നമ്മുടെ ഈ ലാറ്റിറ്റ്യൂഡുകളുടെ വലിപ്പം ചെറുതായി വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മറ്റൊരു കാര്യവും മനസ്സിലാവും. നമ്മുടെ ലാറ്റിറ്റ്യൂഡുകളിൽ ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ് ഏതെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡായിട്ടുള്ള ഇക്വേറ്റർ, നമ്മുടെ ഭൂമധ്യരേഖയാണ് ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ്. അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയുടെ സർഫസിൽ നമുക്ക് വരയ്ക്കുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ വൃത്തം എന്ന് പറയുന്നതും നമ്മുടെ ഇക്വേറ്റർ, നമ്മുടെ ഭൂമധ്യരേഖയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലാറ്റിറ്റ്യൂഡ്സിനെ കുറിച്ച് ബേസിക് ആയിട്ട് നോക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ലോങ്കിറ്റ്യൂഡ്സ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വീലേൺ. വേൾഡ് ജോഗ്രഫിയുടെ 11ാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാറ്റിറ്റ്യൂഡുകളെക്കുറിച്ചും ലോങ്കിറ്റ്യൂഡുകളെക്കുറിച്ചും പഠിച്ചു തുടങ്ങിയായിരുന്നു. അത് ലാറ്റിറ്റ്യൂഡ്സിൻ്റെ ബേസിക്സ് അല്ലെങ്കിൽ അക്ഷാംശ രേഖകളുടെ ബേസിക്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോങ്കിറ്റ്യൂഡുകൾ അല്ലെങ്കിൽ രേഖാംശ രേഖകളെക്കുറിച്ചാണ്. ലാറ്റിറ്റ്യൂഡുകൾ പഠിച്ച സമയത്ത് അല്ലെങ്കിൽ അക്ഷാംശ രേഖകൾ പഠിച്ച സമയത്ത് നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു. നമ്മുടെ ഭൂമധ്യരേഖയ്ക്ക് പാരലായിട്ട് പോകുന്ന സർക്കിളുകൾ അല്ലെങ്കിൽ വൃത്തങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലാറ്റിറ്റ്യൂഡുകൾ അല്ലെങ്കിൽ അക്ഷാംശ രേഖകൾ എന്ന് വിളിക്കാറുള്ളത്. എന്നാൽ രേഖാംശ രേഖകൾ അല്ലെങ്കിൽ ലോങ്കിറ്റ്യൂഡുകൾ ഇവ സർക്കിളുകളല്ല. നോർത്ത് പോളിൽ നിന്നും നമ്മൾ വരയ്ക്കുന്ന അർദ്ധവൃത്തങ്ങൾ അല്ലെങ്കിൽ സെമി സർക്കിളുകളെയാണ് നമ്മൾ ലോങ്കിറ്റ്യൂഡുകൾ അല്ലെങ്കിൽ രേഖാംശ രേഖകൾ എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മുടെ ലാറ്റിറ്റ്യൂഡുകൾ അല്ലെങ്കിൽ അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത് അതൊരു സർക്കിളാണ്. എന്നാൽ നമ്മുടെ ലോങ്കിറ്റ്യൂഡുകൾ അല്ലെങ്കിൽ രേഖാംശ രേഖകൾ എന്ന് പറയുന്നത് അതൊരു സെമി സർക്കിളാണ്, അർദ്ധവൃത്താകൃതിയിലാണ് അതിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും അതൊരു വൃത്തമല്ല. ഇനി എന്താണൊരു ലോങ്കിറ്റ്യൂഡിൻ്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അവ നോർത്ത് പോളിൽ നിന്ന് ആരംഭിച്ച് സൗത്ത് പോളിൽ അവസാനിക്കുകയും വേണം. അത് മാത്രവും പോരാ, അത് ഇക്വേറ്ററിനകത്തൂടി കടന്നു പോവുകയും ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് ഇക്വേറ്ററിനകത്തൂടി കടന്നു പോകണം? നമുക്ക് നേരെ ഭൂമിക്ക് അകത്തുകൂടി വരാമല്ലോ. നമുക്ക് സൗത്ത് പോളിനെയും നോർത്ത് പോളിനെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഭൂമിയുടെ അകത്തുകൂടി നമുക്ക് വേണമെങ്കിൽ ഒരു രേഖ വരയ്ക്കാം. പക്ഷെ അതൊരു രേഖാംശ രേഖയാകുമോ? ഇല്ല. ഒരു രേഖാംശ ആകണമെങ്കിൽ അത് നോർത്ത് പോളിൽ നിന്ന് ആരംഭിച്ച് സൗത്ത് പോളിൽ അവസാനിക്കുകയും ചെയ്യണം. അത് നമ്മുടെ ഭൂമധ്യരേഖ അല്ലെങ്കിൽ ഇക്വേറ്ററിൻ്റെ മുകളിലൂടെ കടന്നു പോവുകയും ചെയ്യണം. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മളതിനെ ലോങ്കിറ്റ്യൂഡുകൾ അല്ലെങ്കിൽ രേഖാംശ രേഖകൾ എന്ന് വിളിക്കുന്നത്. നമ്മൾ ലാറ്റിറ്റ്യൂഡുകൾ പഠിച്ച സമയം നമ്മൾ ലാറ്റിറ്റ്യൂഡുകളെ മറ്റൊരു പേരിൽ കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? പാരലൻസ് എന്ന്. ഇതുപോലെ തന്നെ നമ്മുടെ ലോങ്കിറ്റ്യൂഡുകൾ അല്ലെങ്കിൽ രേഖാംശ രേഖ മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. അതാണ് മെറിഡിയൻസ് എന്ന പേരിലും. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. നമ്മുടെ ലാറ്റിറ്റ്യൂഡുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഏത് 2 ലാറ്റിറ്റ്യൂഡുകൾ എടുത്താലും അവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും തുല്യമായിരിക്കും. അത് 111 കിലോമീറ്റർ ആയിരിക്കും.
എന്നാൽ നമ്മളിപ്പോൾ ഒരു ലോങ്കിറ്റ്യൂഡ് എടുക്കുകയാണ്, ഒരു രേഖാംശ രേഖ എടുക്കുകയാണെങ്കിൽ അവയ്ക്കിടയിലുള്ള ദൂരം എന്ന് പറയുന്നത് എപ്പോഴും തുല്യമായിരിക്കില്ല. നമുക്ക് ഒരു ഇക്വേറ്റർ എടുക്കുകയാണ്, ഇക്വേറ്ററിനോട് ചേർന്നുകൊണ്ട് രണ്ട് രേഖാംശ രേഖകൾക്കിടയിലുള്ള ദൂരം നമ്മൾ കണക്കിലാക്കുകയാണെങ്കിൽ ഏകദേശം അതൊരു 111 കിലോമീറ്റർ ആയിരിക്കും. ഇനി നമ്മൾ ഇക്വേറ്ററിൽ നിന്നും ഒരു 30 ഡിഗ്രി നോർത്തോ 30 ഡിഗ്രി സൗത്തിലേക്കോ നമ്മൾ പോവുകയാണെങ്കിൽ ഈ രേഖാംശ രേഖകൾക്കിടയിലുള്ള ദൂരം അതൊരു 96 കിലോമീറ്ററായി ചുരുങ്ങും. ഇനി അത് നമ്മൾ പോൾസിലേക്ക് പോവുകയാണല്ലോ, പോൾസിലേക്ക് പോയി നമ്മൾ പോൾസിൽ എത്തിച്ചേരുന്ന സമയം രണ്ട് രേഖാംശ രേഖകൾക്കിടയിലുള്ള ദൂരം എന്ന് പറയുന്നത് അത് 0 കിലോമീറ്റർ ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇതിനെ അടിസ്ഥാനമാക്കി സാധാരണ ചോദ്യം വരാറുണ്ട്, രണ്ട് രേഖാംശ രേഖകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ദൂരം കാണപ്പെടുന്നത് എവിടെയാണ്? അത് നമ്മുടെ ഇക്വേറ്ററിലാണ്. 111 കിലോമീറ്റർ ആണ്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 111.3 കിലോമീറ്റർ ആണ്. അതുപോലെ രണ്ട് രേഖാംശ രേഖകൾക്കിടയിൽ ഏറ്റവും കുറവ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഏറ്റവും കുറവ് ദൂരം കാണപ്പെടുന്ന എവിടെയാണ്? അത് നമ്മുടെ പോൾസിലുമാണ്. അടുത്ത പോയിന്റ്, നമുക്ക് എത്ര ലോങ്കിറ്റ്യൂഡുകളാണുള്ളത്? നമുക്ക് 360 ലോങ്കിറ്റ്യൂഡുകളാണ് മൊത്തത്തിലുള്ളത്. നമ്മൾ ലാറ്റിറ്റ്യൂഡുകൾ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു നമുക്ക് എത്ര ലാറ്റിറ്റ്യൂഡുകൾ ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണയായിട്ട് ലാറ്റിറ്റ്യൂഡുകൾ പറയുന്ന സമയത്ത് നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും ലാറ്റിറ്റ്യൂഡുകളുടെ കൂട്ടത്തിൽ പെടുത്താറില്ല. അങ്ങനെ നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് 179 ലാറ്റിറ്റ്യൂഡുകളാണ് ഉള്ളത്. പക്ഷേ എന്നാൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിൽ നിങ്ങൾക്ക് വരികയാണ് നോർത്ത് പോളും സൗത്ത് പോളും കൂടി ചേർത്തുകൊണ്ട് നമുക്ക് എത്ര ലാറ്റിറ്റ്യൂഡുകളുണ്ട് എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ 181 ലാറ്റിറ്റ്യൂഡുകൾ അതിന് ഉത്തരമായിട്ട് വരികയും ചെയ്യും. അപ്പോൾ അത് പറയുന്ന പോലെ തന്നെ നമ്മുടെ ലാറ്റിറ്റ്യൂഡുകളിൽ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് അറിയപ്പെടുന്ന പേരാണ് ഇക്വേറ്റർ. അതുപോലെ ലോങ്കിറ്റ്യൂഡുകളിൽ 0 ഡിഗ്രി ലോങ്കിറ്റ്യൂഡുകളിൽ നമ്മൾ വിളിക്കുന്നതാണ് പ്രൈം മെറിഡിയൻ എന്ന്. ലണ്ടൻ നഗരത്തിലെ റോയൽ ഒബ്സർവേറ്ററി ഓഫ് ഗ്രീൻവിച്ചിലൂടെ കടന്നു പോകുന്ന ലോങ്കിറ്റ്യൂഡ് ഏതെന്ന് ചോദിക്കുന്ന സമയത്തും അതിൻ്റെ ഉത്തരവും എന്താണ്? അതും പ്രൈം മെറിഡിയൻ തന്നെയാണ്. നമ്മുടെ ഈ റോയൽ ഒബ്സർവേറ്ററി ഇരിക്കുന്ന ഗ്രീൻവിച്ചിൽ കൂടെ കടന്നു പോകുന്ന ഈ 0 ഡിഗ്രി ലോങ്കിറ്റ്യൂഡ് ഉണ്ടല്ലോ, നമ്മുടെ പ്രൈം മെറിഡിയൻ ഉണ്ടല്ലോ, ഈ പ്രൈം മെറിഡിയനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടൈമാണ് ഗ്രീൻവിച്ച് മീൻ ടൈം അല്ലെങ്കിൽ GMT എന്ന് നമ്മൾ വിളിക്കും. ഈ GMTനെയാണ് നമ്മൾ സാധാരണയായിട്ട് വേൾഡ് ടൈം, ലോക സമയം എന്ന് നമ്മൾ റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് കൂടെ ഓർത്തുക, നമ്മുടെ ലോക സമയം അല്ല വേൾഡ് ടൈം നമ്മൾ റെഫർ ചെയ്യുന്നത് GMTനെയാണ്, നമ്മുടെ ഗ്രീൻവിച്ച് മീൻ ടൈമിനെയാണ്. നമ്മുടെ അടുത്ത പോയിന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ 0 ഡിഗ്രി ലോങ്കിറ്റ്യൂഡിനെ പ്രൈം മെറിഡിയൻ എന്ന പേരിലാണ് വിളിക്കുന്നത്. ഇതേ പ്രൈം മെറിഡിയന് നേരെ എതിർവശം വരുന്ന 150 ഡിഗ്രി ലോങ്കിറ്റ്യൂഡ് അറിയപ്പെടുന്ന പേരാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. അപ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കുക, നമ്മുടെ പ്രൈം മെറിഡിയന് നേരെ എതിർവശം വന്നതുകൊണ്ടല്ല ആ ഒരു ലൈൻ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. നമുക്കൊരു ഡേറ്റ് ലൈനായിട്ട് തിരഞ്ഞെടുക്കണമെങ്കിൽ അത് യാതൊരു ലാൻഡ് മാസിൽ കൂടെ കടന്നു പോകാനായിട്ട് പാടില്ല. അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും കുറവ് ലാൻഡ് മാസിൽ കൂടെ കടന്നു പോകുന്ന ഒരു രേഖ എന്ന് പറയുന്നത് നമ്മുടെ 180 ഡിഗ്രി ലോങ്കിറ്റ്യൂഡാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈൻ ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനെ കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. ബിക്കോസ് അത് പഠിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ കഴിഞ്ഞ് ഈസ്റ്റിലേക്ക് പോയാൽ എന്ത് സംഭവിക്കുള്ളൂ, വെസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിരിക്കണം. അപ്പോൾ ഓർത്തിരിക്കുക, തൽക്കാലം ഇത്രയും ഓർത്തിരിക്കുക, നമ്മുടെ പ്രൈം മെറിഡിയന് നേരെ എതിർവശം വന്നതുകൊണ്ടല്ല ഈ ഒരു ലൈനെ നമ്മൾ തിരഞ്ഞെടുത്തത്. ഏറ്റവും കുറവ് ലാൻഡ് മാസിൽ കൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ 180 ഡിഗ്രി ലോങ്കിറ്റ്യൂഡാണ്. ഇതൊരു സ്ട്രെയിറ്റ് ലൈനും അല്ല, ഈ ഒരു ലൈൻ വളഞ്ഞ് പുളഞ്ഞാണ് പോകുന്നത്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. നമ്മുടെ അവസാനത്തെ പോയിന്റ് ഇതാണ്, നമ്മുടെ എന്താണ് ആൻറ്റിപോഡൽ പോയിന്റുകൾ എന്നാൽ 180 ഡിഗ്രി ഡിഫറൻസിൽ വരുന്ന രണ്ട് ലോങ്കിറ്റ്യൂഡുകളെയാണ് നമ്മൾ ആൻറ്റിപോഡൽ ലോങ്കിറ്റ്യൂഡ്സുകൾ എന്ന് വിളിക്കുന്നത്. അതായത് ആൻറ്റിപോഡ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു ഗോളം അല്ല നമ്മളൊരു ഗോളം എടുക്കുകയാണെങ്കിൽ അതിന് നേരെ എതിർവശം വരുന്ന രണ്ട് ലൈനുകളെയാണ് നമ്മൾ ആൻറ്റിപോഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആൻറ്റിപോഡൽ ലോങ്കിറ്റ്യൂഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി ഡിഫറൻസിൽ വരുന്ന രണ്ട് ലോങ്കിറ്റ്യൂഡുകളെയാണ് നമ്മൾ ആൻറ്റിപോഡ്സ് എന്ന് വിളിക്കുന്നത്. 0 ഡിഗ്രി ലോങ്കിറ്റ്യൂഡിൻ്റെ ആൻറ്റിപോഡാണ് 180 ഡിഗ്രി ലോങ്കിറ്റ്യൂഡ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനുള്ളത്. ഞാൻ പറയാം, ഇത് വളരെ ബേസിക്സ് മാത്രമേ നമ്മൾ ലാറ്റിറ്റ്യൂഡ്സിൻ്റെയും ലോങ്കിറ്റ്യൂഡ്സിൻ്റെയും കഴിഞ്ഞുള്ളൂ. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്ക് ഇനി വരുന്ന വീഡിയോയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് ലാറ്റിറ്റ്യൂഡ്സിനും ലോങ്കിറ്റ്യൂഡ്സിനും ഇത്രയും മാത്രമേ ഉള്ളൂ എന്നൊന്നും നിങ്ങൾ ഓർക്കേണ്ട. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറും കാപ്രിക്കോണും അതുപോലെ തന്നെ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും
ഇതൊക്കെ നമുക്കിനി വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം. ഓക്കെ. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നും വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മയുണ്ട് അത് നിങ്ങൾ എൻ്റെ അടുത്ത് പറയണമെന്നും ഞാനത് തിരുത്തൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങളാണ് ആക്ച്വലി ഈ ഒരു ചാനലിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റമോ കുറവോ ഉണ്ടെങ്കിൽ നിങ്ങളത് ഡെഫിനറ്റ്ലി എൻ്റെ അടുത്ത് പറയണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വീലിയൻ. വേൾഡ് ജോഗ്രഫിയുടെ 12ാമത്തെ വീഡിയോ ആണ്. നമ്മൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലാറ്റിറ്റ്യൂഡുകളും ലോങ്കിറ്റ്യൂഡുകളെ കുറിച്ചാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ദിനകര രേഖ. നമുക്കറിയാം, നമുക്ക് ലോകത്ത് സമയം അല്ലെങ്കിൽ ടൈം കാൽക്കുലേറ്റ് ചെയ്യുവാനായി നമുക്ക് പ്രൈം മെറിഡിയൻ ഉണ്ട്. പ്രൈം മെറിഡിയനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ലോകത്ത് സമയം അല്ലെങ്കിൽ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്കറിയേണ്ട മറ്റൊരു കാര്യമാണ് ഡേറ്റ് അല്ലെങ്കിൽ തീയതികൾ കൃത്യമായി കണക്കാക്കുക എന്നതും. നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നത്. കാരണം നമ്മളിപ്പം ഏതെങ്കിലും ഒരു രാജ്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഉദാഹരണത്തിന് റഷ്യ എടുക്കാം. റഷ്യ എന്ന് പറയുന്ന രാജ്യത്ത് വിവിധ ടൈം സോണുകൾ ഉള്ളതായിട്ട് നമുക്കറിയാം. അപ്പോൾ ഒരു രാജ്യത്ത് വിവിധ ടൈം സോണുകളാകാം, പക്ഷെ ഒരു രാജ്യത്ത് 2 വ്യത്യസ്ത ഡേറ്റുകളാകാനായിട്ട് പാടില്ല. അപ്പോൾ നമുക്ക് ഈ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്ന അത്ര എളുപ്പമല്ല നമുക്ക് ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്ന പ്രക്രിയ. അതുകൊണ്ട് തന്നെ നമുക്ക് തീയതി കാൽക്കുലേറ്റ് ചെയ്യാനായി യാതൊരു ലാൻഡ് മാസ് അല്ലെങ്കിൽ കരയിലൂടെയും കടന്നു പോകാത്ത ഒരു ലോങ്കിറ്റ്യൂഡിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. എങ്കിൽ മാത്രമേ 2 വ്യത്യസ്ത തീയതികൾ ഒരു രാജ്യത്ത് വരാതെ നമുക്ക് കറക്റ്റായിട്ട് തീയതികൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു ലോങ്കിറ്റ്യൂഡ് നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ അതിനാൽ തന്നെ പിന്നീട് രണ്ടാമതായിട്ടുണ്ടായിരുന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും കുറവ് ലാൻഡ് മാസിൽ കൂടി കടന്നു പോകുന്ന ഒരു ലോങ്കിറ്റ്യൂഡിനെ എടുത്തിട്ട് അതിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയ സമയത്ത് ഏറ്റവും കുറവ് ലാൻഡ് മാസിൽ കൂടി കടന്നു പോകുന്ന ലോങ്കിറ്റ്യൂഡായിരുന്നു പസഫിക് ഓഷ്യൻ്റെ ഒത്ത നടുക്കൂടി പോകുന്ന 180 ഡിഗ്രി ലോങ്കിറ്റ്യൂഡ്. അതിനെയാണ് നമ്മൾ പിന്നീട് തിരഞ്ഞെടുത്തതും അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിയുമാണ് നമ്മൾ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ രൂപപ്പെടുത്തിയെടുത്തത്. നമ്മൾ പസഫിക് ഓഷ്യനിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ അനേകം ദ്വീപുകൾ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ദ്വീപുകളുടെയൊക്കെ ഒരു പ്രശ്നം, ഈ ദ്വീപുകളിൽ കൂടി നമ്മുടെ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ കടന്നു പോകാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് അനേകം വളവുകളും ചെരിവുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ റീസൺ. യാതൊരു ലാൻഡ് മാസിൽ കൂടെ കടന്നു പോകാതിരിക്കുവാൻ വേണ്ടിയാണ് ഈ വളവുകളും ചെരിവുകളും നമ്മുടെ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിൽ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കി ചോദ്യങ്ങൾ ചോദിക്കാറുള്ളതാണ്. ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ്റെ ഈ ഒരു പ്രത്യേകത, ഈ ഒരു വളവുകളും ചെരിവുകളുമൊക്കെ ഏത് ലോങ്കിറ്റ്യൂഡിലാണ് കാണപ്പെടുന്നത് എന്ന് നമ്മുടെ അടുത്തൊരു ചോദ്യം വരുന്ന സമയത്ത് അത് നമ്മുടെ 180 ഡിഗ്രി ലോങ്കിറ്റ്യൂഡ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിലാണ് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. കാരണം ഇതിനെ ബേസ് ചെയ്തിട്ട് മുൻകാലങ്ങളിൽ UPSCയും ചോദിച്ചിട്ടുണ്ട്, PSCയും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി എങ്ങനെയാണ് ഒരു പുതിയ ദിനം രൂപം കൊള്ളുന്നത്? നമുക്കറിയാം, നമ്മുടെ ഭൂമി കറങ്ങുന്നത് വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്കാണ്. അതായത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് നമ്മുടെ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കറക്കത്തോടൊപ്പം തന്നെ നമ്മുടെ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കറങ്ങി ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എപ്പോഴാണോ അർദ്ധരാത്രി 12 മണി കഴിയുന്നത് അതിനനുസരിച്ച് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ്റെ വെസ്റ്റേൺ സൈഡിലുള്ള പ്രദേശങ്ങളിൽ പുതിയ ഒരു ദിനം ആരംഭിക്കാൻ തുടങ്ങും. അതായത് ആ അർദ്ധരാത്രി 12 മണി ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ക്രോസ് ചെയ്യുന്നു. അപ്പോൾ അതിന് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ പുതിയൊരു ന്യൂ ഇയർ ആകുന്നു. അങ്ങനെ നമ്മുടെ ഭൂമി കറങ്ങി അർദ്ധരാത്രി 12 മണി കഴിയുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനെ ഫോളോ ചെയ്തുകൊണ്ട് അതിൻ്റെ പടിഞ്ഞാറ് വരുന്ന, അതിൻ്റെ വെസ്റ്റേൺ ഭാഗങ്ങളിൽ വരുന്ന പ്രദേശങ്ങളിൽ ന്യൂ ഇയറായി ആരംഭിച്ച് തുടങ്ങുന്നു. അപ്പോൾ ഇതിന് മനസ്സിലാക്കാനായിട്ട് വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ നോക്കുന്ന സമയത്ത് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നമുക്ക് അലാസ്കയും റഷ്യയും കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ഡിസംബർ മാസത്തിലെ 31-ാം തീയതി ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ക്രോസ് ചെയ്യുന്ന സമയം നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അലാസ്കയും കാണാം, അലാസ്കയുടെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ റഷ്യയും കാണാം. ഈ 2 പ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്ക് പരസ്പരം നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയും ചെയ്യും. പക്ഷേ ഒറ്റ കുഴപ്പം എന്ന് പറയുന്നത് ഇതിന് 2-നും നടുക്കുകൂടി ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഭൂമി കറങ്ങി ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ഡിസംബർ 31-ാം തീയതി അർദ്ധരാത്രി 12 മണിയും കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുന്ന സമയത്ത് നമ്മുടെ റഷ്യയിൽ പുതിയൊരു ദിനം ആരംഭിക്കും. അതായത് ജാനുവരി 1 ന്യൂ ഇയർ ആരംഭിക്കും. അറ്റ് ദ സെയിം നമ്മുടെ റഷ്യയിൽ അപ്പോൾ എന്തായി? റഷ്യയിൽ ജാനുവരി 1-ആയി.
അതിന് കാരണം എന്താണ്? നമ്മുടെ റഷ്യ എന്ന് പറയുന്ന പ്രദേശം ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനോട് വളരെ ചേർന്നുകൊണ്ടാണ്. ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ അർദ്ധരാത്രി ഡിസംബർ 31 അർദ്ധരാത്രി കഴിയുന്ന സമയത്ത് തന്നെ അതിൻ്റെ വെസ്റ്റ്, അതിൻ്റെ പടിഞ്ഞാറേ വരുന്ന ഭാഗങ്ങളിൽ പുതിയൊരു ദിനം ആരംഭിച്ച് പോരുന്നു. അത് ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ വെസ്റ്റ് പിന്തുടർന്ന്, അതിൻ്റെ പടിഞ്ഞാറേ ഭാഗം പിന്തുടർന്നുകൊണ്ട് അർദ്ധരാത്രി 12 മണി കഴിയുന്നതനുസരിച്ച് ഓരോ രാജ്യങ്ങളിലും ന്യൂ ഇയർ ആയി വരുന്നു. അങ്ങനെ വന്ന് ഏറ്റവും അവസാനമായിരിക്കും നമ്മുടെ അലാസ്കയിൽ ന്യൂ ഇയർ ആരംഭിക്കുന്നത്. അപ്പോൾ അലാസ്കയിൽ ന്യൂ ഇയർ ആരംഭിച്ച് അവിടുത്തെ പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് റഷ്യയിൽ എന്താകും? ഭൂമി കറങ്ങി ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ അടുത്ത ദിനം ക്രോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ റഷ്യയിൽ ജാനുവരി 2 ആകുമ്പം അലാസ്കയിൽ ജാനുവരി 1 സെലിബ്രേഷൻ നടക്കുകയായിരിക്കും. അപ്പോൾ ഇതാണ് ബേസിക്കലി ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ വെച്ചുകൊണ്ട് നമ്മൾ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി. എപ്പോഴാണോ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ അർദ്ധരാത്രി 12 മണി കഴിയുന്നത്, അതിനനുസരിച്ച് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ്റെ വെസ്റ്റ്, പടിഞ്ഞാറ് ഭാഗമുള്ള പ്രദേശങ്ങളിൽ പുതിയൊരു ദിനം ആരംഭിക്കുകയും അതിൻ്റെ ഈസ്റ്റ്, കിഴക്ക് ഭാഗത്തുള്ളതിൽ പഴയ ദിനം ആയിരിക്കുകയും ചെയ്യും. പഴയ ദിനം മീൻസ് അവിടെ അവർ നോക്കുന്ന സമയത്ത് ഇത് കറങ്ങി ഇപ്പുറത്ത് ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പുതിയൊരു ദിനം ആരംഭിക്കുള്ളൂ. അവിടെ പഴയ ദിനവും എന്നാൽ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ക്രോസ് ചെയ്ത് വരുന്ന ഇപ്പുറ ഭാഗങ്ങളിൽ പുതിയൊരു ദിനവും ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ അലാസ്ക പോലുള്ള ഇതിൻ്റെ ഈസ്റ്റേൺ ഭാഗങ്ങളിലുണ്ടല്ലോ, ഈസ്റ്റേൺ ഭാഗങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അവർക്കതൊരു പുതിയ ദിനമാണ്. കാരണം അവരുടെ പഴയ ദിനം കഴിഞ്ഞിട്ട് രാത്രി 12 മണി കഴിയുന്ന സമയത്ത് അവർക്കൊരു പുതിയ ദിനമായി. ഞാൻ പറയുന്നത് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ്റെ ഇപ്പുറത്ത് നിന്നും വെസ്റ്റേൺ സൈഡിൽ നിന്നും നോക്കുന്ന സമയത്ത് അവർക്ക് പുതിയ ദിനം ആരംഭിക്കുകയും അതിൻ്റെ ഈസ്റ്റേൺ സൈഡിലുള്ളവർക്ക് ഇവർ നേരത്തെ കഴിഞ്ഞു പോയാൽ ഇവരുടെ പഴയ ദിനമായിരിക്കും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഈസ്റ്റേൺ സൈഡിലുള്ളവരെ സംബന്ധിച്ച് അവരുടെ പെർസെപ്ഷനിൽ നോക്കുമ്പോൾ അവർക്കതൊരു പുതിയ ദിനമാണ്. പക്ഷേ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ്റെ വെസ്റ്റേൺ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് അവർക്ക് ഓൾറെഡി ജാനുവരി 1 അപ്പോൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കഴിഞ്ഞു പോയ പഴയ ദിനം തന്നെയായിരിക്കും ഈസ്റ്റേൺ സൈഡിലുള്ളവർക്ക് അന്ന് ഉണ്ടാവുക. അതാണ് ബേസിക്കലി അതിൻ്റെ കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് തിരിഞ്ഞു പോകില്ല. ഈസ്റ്റേൺ സൈഡിലുള്ളവർക്ക് ബേസിക്കലി പുതിയ ദിനമാണ്. പക്ഷേ വെസ്റ്റേൺ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് എന്തായിരിക്കും? അവർ ഓൾറെഡി കഴിഞ്ഞു പോയ പഴയ ദിനമായിരിക്കും അവർക്കവിടെ ഫീൽ ചെയ്യുക. സാധാരണയായി ഇതിനെ അടിസ്ഥാനമാക്കി വരുന്നൊരു ചോദ്യമാണ്, പസഫിക് ഓഷ്യന് മുകളിലൂടെ അലാസ്കയിൽ നിന്നും 31 ജാനുവരി ഒരു ഷിപ്പ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനും ക്രോസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. നമുക്കറിയാം 31 എന്ന് പറയുന്ന തീയതി അവർക്ക് നഷ്ടപ്പെടുകയും ജാനുവരി 1 എന്ന് പറയുന്ന പുതിയൊരു തീയതിയിലേക്ക് അവർ കടക്കുകയും ചെയ്യും. അതായത് ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്ക് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ അവർക്കൊരു ദിവസം നഷ്ടപ്പെടുമെന്ന് ചുരുക്കം. അതായത് ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് അവർക്കൊരു ദിവസം നഷ്ടപ്പെടും. എന്നാൽ അതേസമയം വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്ക് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ കടന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്കൊരു ദിവസം കൂടുതൽ ലഭിക്കും. കാരണം എന്താണ്? ജാനുവരി 1 പുറപ്പെടുന്ന അവർ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനും ക്രോസ് ചെയ്ത് അവരുടെ പുതിയ തീയതി എന്ന് പറയുന്നത് ഡിസംബർ 31 ആയിരിക്കും. അതായത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു ദിവസം കൂടുതലായിരിക്കും ലഭിക്കുക. അതായത് ഈസ്റ്റിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈസ്റ്റ് ഗെയിൻസ് എ ഡേ, വെസ്റ്റ് ലോസ് എ ഡേ. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ കഴിഞ്ഞിട്ട് നമുക്ക് ഈസ്റ്റിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഒരു ദിവസം കൂടുതൽ ലഭിക്കുകയും ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ കഴിഞ്ഞിട്ട് നമ്മൾ വെസ്റ്റിലേക്ക് പോകുന്ന സമയം നമുക്കൊരു ദിവസം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനെ കുറിച്ച് അറിയാനായിട്ടുള്ളത്. ഇത്തിരി കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് താനും. ഓക്കെ, അപ്പോൾ അതിലൂടെ നമ്മൾ ഈ ഒരു വീഡിയോ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറയുക. അതുപോലെ തന്നെ നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന്, ഫ്രണ്ട്സിനൊക്കെ പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്കൊരു കുഴപ്പം തോന്നുന്നുണ്ട്, ഡെഫിനറ്റ്ലി നിങ്ങളത് എൻ്റെ അടുത്ത് പറയുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വീലേറ്റ്. വേൾഡ് ജോഗ്രഫിയുടെ 14ാമത്തെ വീഡിയോ ആണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോങ്കിറ്റ്യൂഡ്സ് ആൻഡ് ടൈം. നമുക്ക് സാധാരണയായി എക്സാമിന് വരാറുള്ളൊരു ചോദ്യമാണ്, നമ്മുടെ പ്രൈം മെറിഡിയനിൽ ഉച്ചയ്ക്ക് സമയം 12 മണിയാകുന്ന സമയത്ത് 15 ഡിഗ്രി ഈസ്റ്റിലെ സമയം എത്രയായിരിക്കും, 30 ഡിഗ്രി വെസ്റ്റിൽ സമയം എത്രയായിരിക്കും. അങ്ങനെ ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് എക്സാമിന് വരാറുള്ളതാണ്.
അപ്പോൾ അതെങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പായി നമുക്കറിയാം, നമുക്ക് മൊത്തത്തിൽ 360 ലോങ്കിറ്റ്യൂഡുകളുണ്ട്. അറ്റ് എ ടൈം നമ്മൾ ഏതെങ്കിലും ഒരു ലോങ്കിറ്റ്യൂഡ് എടുക്കുകയാണ്, നമുക്ക് വളരെ എളുപ്പത്തിന് പ്രൈം മെറിഡിയൻ തന്നെ എടുക്കാം. നമ്മൾ പ്രൈം മെറിഡിയനെ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ പ്രൈം മെറിഡിയൻ കടന്നു പോകുന്ന എല്ലാ പ്രദേശങ്ങളിലും ഒരേ സമയമായിരിക്കും അനുഭവപ്പെടുക. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം നമ്മുടെ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുവാനായി എടുക്കുന്ന സമയം, നമ്മൾ ആ സമയത്തെ ഒന്ന് റൗണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ 24 മണിക്കൂറാണ്. അതേസമയം തന്നെ ഒരു സ്പെറിക്കൽ ഷേപ്പ് അല്ലെങ്കിൽ ഒരു ഗോളാകൃതിയിലിരിക്കുന്ന വസ്തു ഒരു തവണ റൊട്ടേറ്റ് ചെയ്ത് ആരംഭിച്ച ഇടത്ത് തന്നെ അത് തിരിച്ചു വരണമെങ്കിൽ അത് എത്ര ഡിഗ്രി കറങ്ങണം? 360 ഡിഗ്രി കറങ്ങുമ്പോഴാണ് ഒരു ഗോളാകൃതിയിലിരിക്കുന്ന വസ്തു അത് റൊട്ടേറ്റ് ചെയ്യാൻ ആരംഭിച്ച ഇടത്ത് തന്നെ അത് കറങ്ങി തിരിച്ചു വരുന്നത്. അപ്പോൾ നമുക്ക് അതിനത് ഇങ്ങനെ പറയാം, 360 ഡിഗ്രി ഭൂമി കറങ്ങുവാനായി എടുക്കുന്ന സമയമാണ് 24 മണിക്കൂർ. അങ്ങനെയെങ്കിൽ 1 ഡിഗ്രി കറങ്ങുവാനായി നമ്മുടെ ഭൂമി എടുക്കുന്ന സമയം എത്രയാണ്? വളരെ എളുപ്പമാണ്. നമുക്ക് 24നെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 360 കൊണ്ട് ഡിവൈഡ് ചെയ്തേച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് 1 ഡിഗ്രി കറങ്ങുവാനായി എടുക്കുന്ന സമയം എത്രയാണ്? നമ്മുടെ ഭൂമി 1 ഡിഗ്രി ചലനമുണ്ടാക്കാനായി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 4 മിനിറ്റാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മുടെ ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നത് വെസ്റ്റിൽ നിന്നും ഈസ്റ്റേൺ ഡയറക്ഷനിലേക്കാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു രേഖാംശ രേഖ തന്നിട്ട് ആ രേഖാംശ രേഖയിൽ നിന്നും കിഴക്കോട്ടാണ് നമ്മൾ പോകേണ്ടതെങ്കിൽ, അതായത് ഈസ്റ്റേൺ ഡയറക്ഷനിലാണെങ്കിൽ നമ്മുടെ അടുത്ത് പറയുകയാണ്, നമുക്ക് തന്നിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള രേഖാംശ രേഖയിൽ നിന്നും ഇത്ര ഡിഗ്രി ഈസ്റ്റിലുള്ള ടൈമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നതെങ്കിൽ നമുക്ക് എത്ര ഡിഗ്രിയാണോ തന്നിട്ടുള്ളത് അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ നമ്മൾ മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് കിട്ടുന്ന സമയം ആ തന്നിട്ടുള്ള സമയത്തിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. എപ്പോൾ? നമുക്ക് ഈസ്റ്റിലേക്കാണ് പോകുന്നത്, നമ്മൾ കിഴക്കോട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾക്ക് കിട്ടിയ സമയത്തെ ആ ഒരു രേഖാംശ രേഖയിലുള്ള സമയത്തിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പം നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരമാകും. ഇനി ഇതേ സമയം നമ്മൾ വെസ്റ്റിലേക്കാണ് പോകേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടാണ് പോകേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് തന്നിട്ടുള്ള രേഖാംശ രേഖയിലെ സമയത്തിൽ നിന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന സമയത്തെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരമായി. അപ്പോൾ ഇതിൻ്റെ ട്രിക്ക് ഇത്രയേ ഉള്ളൂ. ഈസ്റ്റിലേക്കാണ് പോകേണ്ടതെങ്കിൽ നമ്മൾ സമയം ആഡ് ചെയ്യണം, വെസ്റ്റിലേക്കാണ് പോകേണ്ടതെങ്കിൽ നമുക്ക് സമയത്തെ സബ്സ്ട്രാക്ട് ചെയ്യണം, കുറയ്ക്കണം. ഓക്കെ, ഇനി ഇത് വളരെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാനായിട്ട് നമുക്ക് 2-3 എക്സാമ്പിൾസ് എടുത്ത് ചോദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിത് കൃത്യമായിട്ട് ഇത് മനസ്സിലാവും. സോ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, നമ്മുടെ 0 ഡിഗ്രി ലോങ്കിറ്റ്യൂഡിൽ ഉച്ചയ്ക്ക് സമയം 12 മണിയാകുമ്പോൾ 15 ഡിഗ്രി ഈസ്റ്റിൽ സമയം എത്രയായിരിക്കും? സോ തന്നിട്ടുള്ളത് ഈസ്റ്റാണ്. ഈസ്റ്റ് ആകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സമയം അതിൻ്റെ കൂടെ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 15 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 15 ഡിഗ്രി എന്ന് പറയുമ്പോൾ 1 ഡിഗ്രിക്ക് 4 മിനിറ്റ് അല്ലേ സമയം വരുന്നത്. അപ്പോൾ 15 ഡിഗ്രി എന്ന് പറയുമ്പോൾ 15 × 4 എത്രയായി? 60 മിനിറ്റായി. 60 മിനിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1 അവറാണ്, 1 മണിക്കൂറാണ്. അപ്പോൾ ഈസ്റ്റിലേക്ക് ആയതുകൊണ്ട് നമ്മൾ ഈ 1 മണിക്കൂർ ആ 12 മണിയുടെ കൂടെ കൂട്ടണം. അപ്പോൾ എത്രയായി സമയം? നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 1 മണിയാണ് നമ്മുടെ ചോദ്യത്തിന് ഉത്തരം. ഇനി ഇതേ ചോദ്യം വെസ്റ്റിലേക്കായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിലോ, നമ്മൾ ഈ 12 മണിയിൽ നിന്നും 1 മണിക്കൂർ കുറയ്ക്കണം. അപ്പോൾ എത്ര വരും? 11 മണി വരുമായിരുന്നു, വെസ്റ്റിലേക്കായിരുന്നു നമ്മുടെ ചോദ്യത്തിൽ തന്നിരുന്നത് എങ്കിൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ ഗ്രീൻവിച്ച് മെറിഡിയനിൽ ഉച്ചയ്ക്ക് സമയം 12 മണിയാകുമ്പോൾ 30 ഡിഗ്രി വെസ്റ്റിൽ ടൈം എത്രയായിരിക്കും? വെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വെസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്നതിൽ നിന്ന് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞു 1 ഡിഗ്രിയിൽ 4 മിനിറ്റ് ആണെങ്കിൽ 30 ഡിഗ്രിയിൽ എത്രയായിരിക്കും? 120 മിനിറ്റ് ആയിരിക്കും. 120 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ്? 2 മണിക്കൂറാണ്. അപ്പോൾ വെസ്റ്റ് എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ 12 മണിക്കൂറിൽ നിന്നും 2 മണിക്കൂർ കുറയ്ക്കുകയാണ് നമ്മുടെ ഉത്തരമായി. അപ്പോൾ നമ്മുടെ സമയം എത്ര വരും? 10 AM വരും. രാവിലെ 10 മണിയായിരിക്കും നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇത്ര എളുപ്പമാണ് ശരിക്കും നമുക്ക് ലോങ്കിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ടൈം കാൽക്കുലേറ്റ് ചെയ്യുവാനായിട്ട്. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണമെന്നും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും ഒക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.
അതുപോലെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങളത് ഡെഫിനറ്റ്ലി പറയണം കേട്ടോ. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വീലേൺ. വേൾഡ് ജോഗ്രഫിയുടെ 13ാമത്തെ വീഡിയോ ആണ്. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ്സ് ആണ്. ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ്സിനെ ബേസ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുള്ള ക്ലാസ്സുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ്സുകളാണ്. സാധാരണ റെഗുലറായി ഈ ഒരു പോർഷനിൽ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന അനേകം ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കുവാനായിട്ട് പോകുന്നത്. അതിലൊന്നാമത്തെ ചോദ്യം ഇതാണ്: നമ്മുടെ ഭൂമിയിൽ എവിടെ വെച്ചിട്ടാണ് പ്രൈം മെറിഡിയനും ഇക്വേറ്ററും തമ്മിൽ കൂടിച്ചേരുന്നത്? അതെവിടെയാണ്? അത് അറ്റ്ലാന്റിക് ഓഷനിൽ വെച്ചുകൊണ്ടാണ്. ഓൺ ദ ഇയർ ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് പ്രൈം മെറിഡിയൻ ആൻഡ് ഇക്വേറ്റർ എന്നൊരു ചോദ്യം വരുവാണെങ്കിൽ അതെവിടെയാണ്? അത് നമ്മുടെ അറ്റ്ലാന്റിക് ഓഷ്യനിലാണ്. രണ്ടാമതായി ചോദിക്കാറുള്ള ചോദ്യമാണ്: ഇന്ത്യയിൽ എവിടെയാണ് സൂര്യപ്രകാശത്തിൻ്റെ ആദ്യ കിരണങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നത്? ബേസിക്കലി അത് ഏത് സംസ്ഥാനത്താണ് എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ അരുണാചൽ പ്രദേശാണെന്ന് എല്ലാവർക്കും അറിയാം. അരുണാചൽ പ്രദേശിൽ അത് എവിടെയാണ് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്തായിട്ട് വരും? അത് അരുണാചൽ പ്രദേശിലെ ദോങ് വില്ലേജിലെ മലനിരകളിൽ നിന്നുമാണ്. നമുക്കറിയാം, ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് സൂര്യൻ്റെ കിരണങ്ങൾ നേരത്തെ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഈസ്റ്റേൺ മോസ്റ്റ് വില്ലേജ് ആയിട്ടുള്ള കിബുത്തുവും കാഹോയും ഇതിന് ഉത്തരം വരാതെ. കാരണം ഇതിനകത്ത് സംശയം വരും, ഇന്ത്യയുടെ ഈസ്റ്റേൺ മോസ്റ്റ് വില്ലേജ് എന്ന് പറയുന്നത് കിബുത്തു ആണ്. കിബുത്തു എന്തുകൊണ്ട് ഉത്തരം വന്നില്ല എന്നൊരു സംശയം നിങ്ങൾക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം നമ്മുടെ ദോങ് എന്ന് പറയുന്ന പ്രദേശം കുറച്ചുകൂടി ഉയർന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉയർന്ന പ്രദേശങ്ങളിൽ നമുക്ക് സൂര്യൻ്റെ കിരണങ്ങൾ കുറച്ചുകൂടി നേരത്തെ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ദോങ് വില്ലേജ് അതിന് ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഈ മൂന്നാമതായി ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്: ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ഐഡിയൽ കടന്നു പോകുന്നത് ഏത് സമുദ്രത്തിൽ കൂടിയാണ് എന്നത്. ഏത് സമുദ്രത്തിൽ കൂടിയാണ്? പസഫിക് ഓഷനിൽ കൂടിയാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ കടന്നു പോകുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയ സമയത്ത് നമ്മളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. നാലാമതായി നമ്മളോട് റെഗുലറായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്: നമ്മുടെ ഇക്വേറ്റർ, നമ്മുടെ ഭൂമധ്യരേഖയുടെ ലെങ്ത് എത്രയാണ്? 40,075 കിലോമീറ്ററാണ് നമ്മുടെ ഭൂമധ്യരേഖയുടെ അല്ലെങ്കിൽ ഇക്വേറ്ററിൻ്റെ നീളം എന്ന് പറയുന്നത്. ഇനി അഞ്ചാമതായിട്ട് നമ്മളോട് ചോദിക്കാറുള്ള ചോദ്യമാണ്: നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ കൂടി നമുക്ക് വരയ്ക്കുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ വൃത്തം അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് സർക്കിൾ ദാറ്റ് ക്യാൻ ഡ്രോൺ ഓൺ എർത്ത് സർഫസ് അത് ഏതാണ്? അത് നമ്മുടെ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള ഇക്വേറ്ററാണ്. നമ്മുടെ ഭൂമിയുടെ സർഫസിൽ കൂടി നമുക്ക് വരയ്ക്കുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ വൃത്തം. ആറാമതായി നമ്മളോട് ചോദിക്കാറുള്ള ചോദ്യമാണ്: നമ്മുടെ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ അല്ലെങ്കിൽ IDLനോട് ചേർന്നുകൊണ്ട് ഏറ്റവും അടുത്തായി കാണപ്പെടുന്ന സ്ട്രീറ്റ് അല്ലെങ്കിൽ കടലിടുക്ക് ഏതാണ്? ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് മറ്റ് 2 ചോദ്യങ്ങളുടെ കൂടെ ഉത്തരമായിട്ട് വരും. അതായത് നമ്മുടെ റഷ്യയ്ക്കും അതുപോലെ തന്നെ അലാസ്കയ്ക്കും ഇടയിൽ കാണപ്പെടുന്ന കടലിടുക്ക് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഈ കടലിടുക്ക് തന്നെയാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അതുപോലെ തന്നെ ആർട്ടിക് ഓഷ്യനും പസഫിക് ഓഷ്യനും ഇടയിലുള്ള മറൈൻ ഗേറ്റ് വേ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇതേ കടലിടുക്ക് തന്നെയാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഏത് കടലിടുക്കാണ് നമ്മുടെ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിനോട് ചേർന്ന് ഏറ്റവും അടുത്തായിട്ട് കാണപ്പെടുന്നത്? അത് ബെറിങ് സ്ട്രെയ്റ്റ് അല്ലെങ്കിൽ ബെറിങ് കടലിടുക്കാണ് നമ്മുടെ IDLനോട് ഏറ്റവും അടുത്തായി ചേർന്നുകൊണ്ട് കാണപ്പെടുന്നത്. ഏഴാമത്തെ പോയിന്റ് ഡോൾഡ്രംസ് അല്ലെങ്കിൽ ക്വയറ്റ് ലാറ്റിറ്റ്യൂഡ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന ഭാഗം ഏതാണ്? ഇക്വേറ്ററിൻ്റെ 0 മുതൽ 5 ഡിഗ്രി നോർത്തും സൗത്തും ലാറ്റിറ്റ്യൂഡ്സിനിടയിൽ കാണപ്പെടുന്ന ഭാഗമാണ് ക്വയറ്റ് ലാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ ഡോൾഡ്രംസ് എന്നൊക്കെ പറയപ്പെടുന്ന ഭാഗം കാണപ്പെടുന്നത്. ഈ ഒരു ഭാഗത്ത് തന്നെയാണ് പലപ്പോഴും ICTS അല്ലെങ്കിൽ ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോണും കാണപ്പെടുന്നത്. അപ്പോൾ എന്താണ് ICTS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിലും സൗത്തേൺ ഹെമിസ്ഫിയറിലുള്ള ട്രേഡ് വിൻഡ് അല്ലെങ്കിൽ വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലമാണ് ICTS എന്ന് പറയുന്നത്. മാത്രവുമല്ല, ഈ ഒരു ഭാഗത്തെ പ്രത്യേകതയാണ് പണ്ട് കാലത്ത് പായ്ക്കപ്പലുകളിൽ യാത്ര ചെയ്തിരുന്ന സമയം സെയിലേഴ്സ് ഈ ഒരു ഭാഗങ്ങളിൽ ആഴ്ചയോളം കുടുങ്ങിക്കിടക്കുക പതിവായിരുന്നു. അതിന് കാരണം ഇക്വേറ്ററിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം നേരിട്ട് വന്ന് പതിക്കുകയും എയറും മോയ്സ്ചറുമെല്ലാം ചൂട് പിടിച്ച് വെർട്ടിക്കലി പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് വളരെ ബെയർ മിനിമം ആയിട്ടുള്ള വിൻഡുകൾ മാത്രമേ പലപ്പോഴും കാണപ്പെടാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിലേഴ്സ് ഇവിടെ കുടുങ്ങി കിടക്കുക എന്ന് പറയുന്നത് പതിവായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം: ഡോൾഡ്രംസ് അല്ലെങ്കിൽ ക്വയറ്റ് ലാറ്റിറ്റ്യൂഡ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന ഭാഗം ഏതാണ്? ഇക്വേറ്ററിന് 0 മുതൽ 5 ഡിഗ്രി നോർത്തും സൗത്തുമുള്ള ഭാഗങ്ങളാണ് ക്വയറ്റ് ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഡോൾഡ്രംസ് എന്ന് അറിയപ്പെടുന്നത്. എട്ടാമത്തെ പോയിന്റാണ്: ഇക്വേറ്ററിന് 30 മുതൽ 35 ഡിഗ്രി വരെ
നോർത്തും സൗത്തുമായി കാണപ്പെടുന്ന ലാറ്റിറ്റ്യൂഡ്സുകൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്, അല്ലെങ്കിൽ ആ ഒരു ഭാഗം അറിയപ്പെടുന്ന ഏത് പേരിലാണ്? ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന പേരിലാണ് ഇക്വേറ്ററിന് 30 മുതൽ 35 ഡിഗ്രി വരെയുള്ള ലാറ്റിറ്റ്യൂഡുകൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തെ പ്രത്യേകതയാണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ സോണിൽ വരുന്ന ഈ ഒരു ഭാഗത്ത് വളരെ കാമായിട്ടുള്ള വിൻഡുകൾ മാത്രമേ കാണുള്ളൂ. അതായത് കൊടുങ്കാറ്റുകൾ പോലുള്ള കാറ്റുകളൊന്നും ഇവിടെ കാണില്ല. വളരെ കാമായിട്ടുള്ള വിൻഡുകൾ മാത്രമേ കാണപ്പെടുകയുള്ളൂ. അതുമാത്രവുമല്ല, വളരെ ചെറിയ രീതിയിൽ മഴ ലഭിക്കുന്ന, അല്ലെങ്കിൽ വളരെ ചെറിയ രീതിയിൽ മാത്രം പെർസിപ്പിറ്റേഷൻ ഉണ്ടാകുന്ന ഒരു ഭാഗമാണിത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ 2024 UPSC ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? ഇക്വേറ്ററിന് 30 മുതൽ 35 ഡിഗ്രി വരെ നോർത്തും സൗത്തുമായിട്ട് കാണപ്പെടുന്ന ഭാഗത്തെയാണ് നമ്മൾ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് വിളിക്കുന്നത്. 9ാമതായി നമ്മളോട് ചോദിക്കാറുള്ള ചോദ്യമാണ്, ടോട്ടൽ നമ്മുടെ ലോകത്തെ എത്ര ടൈം സോണുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? 24 ടൈം സോണുകളായിട്ടാണ് നമ്മുടെ ലോകത്തെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അറ്റ് ദ സെയിം ടൈം തന്നെ കൺവീനിയൻസിനായിട്ട് ഇത് കൂടുതൽ ടൈം സോണുകൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ അത്രയും ഓർക്കേണ്ട, ഓരോ 15 ഡിഗ്രി എപ്പാർട്ടും 1 മണിക്കൂറിൻ്റെ ഡിഫറൻസിൽ 24 ടൈം സോണുകൾ ഉണ്ട് എന്ന് മാത്രം നമ്മൾ തൽക്കാലം ഓർത്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ സാധാരണ വരാറുള്ള മറ്റൊരു ചോദ്യമാണ്, ലോകത്ത് ഏറ്റവും അധികം ടൈം സോണുകൾ കാണപ്പെടുന്ന രാജ്യം ഏതാണ്? അത് പലരും തെറ്റിക്കും, റഷ്യ എന്ന് പലരും പറയും. എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ടൈം സോണുകൾ കാണപ്പെടുന്ന രാജ്യം അത് ഫ്രാൻസ് ആണ്. ഫ്രാൻസിൽ 12 ടൈം സോണുകളുണ്ട്. എന്നാൽ റഷ്യയിൽ 11 ടൈം സോണുകൾ മാത്രമേ ഉള്ളൂ. 10ാമതായി നമ്മളോട് ചോദിക്കാറുള്ളതാണ്, നമ്മുടെ ഇക്വേറ്ററിനെ അടിസ്ഥാനമാക്കി എത്ര രാജ്യങ്ങളിൽ കൂടിയാണ് നമ്മുടെ ഇക്വേറ്റർ കടന്നു പോകുന്നത്? 13 രാജ്യങ്ങളിൽ കൂടിയാണ് നമ്മുടെ ഇക്വേറ്റർ കടന്നു പോകുന്നത്. ഏതൊക്കെയാണ് 13 രാജ്യങ്ങൾ എന്നുള്ളത് ഞാൻ താഴെ കൊടുത്തിരിക്കാം, നിങ്ങളത് റീഡ് ചെയ്ത് പഠിക്കാം. നമ്മൾ ഇത് കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് വീഡിയോയിൽ നമ്മുടെ ലാറ്റിറ്റ്യൂഡ്സും ലോങ്ങിറ്റ്യൂഡ്സുമായിട്ട് ബന്ധപ്പെട്ട് മീസലേനിയസ് എന്ന് പറയുന്നൊരു പോർഷൻ എടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഇതിനെ പഠിക്കാനുള്ള കോഡുകളൊക്കെ പഠിക്കാം കേട്ടോ. അതുമല്ല ആ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മുടെ ഇപ്പം ഇന്ത്യയിൽ ഏത് നദീനെയാണ് ലാറ്റിറ്റ്യൂഡ്സ് 2 തവണ മുറിച്ച് കടന്നു, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ 2 തവണ മുറിച്ച് കടന്നുകൊണ്ട് പോകുന്നത്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന് ഏറ്റവും അടുത്തായിട്ട് കാണപ്പെടുന്ന ക്യാപിറ്റൽ ഏതാണ്? സിറ്റി ഏതാണ്? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നോക്കാം. ഇനി എത്ര കോണ്ടിനെൻറ്റിൽ കൂടിയാണ് നമ്മുടെ ഇക്വേറ്റർ കടന്നു പോകുന്നത്? 3 കോണ്ടിനെൻറ്റിൽ കൂടിയാണ് നമ്മുടെ ഇക്വേറ്റർ കടന്നു പോകുന്നത്. ഏതൊക്കെയാണ് ആ കോണ്ടിനെൻറ്റ്സ്? ഏഷ്യ, ആഫ്രിക്ക, അതുകൂടാതെ സൗത്ത് അമേരിക്ക. ഏഷ്യയിൽ 3 രാജ്യങ്ങളിലൂടെയും ആഫ്രിക്കയിൽ 7 രാജ്യങ്ങളുടെയും സൗത്ത് അമേരിക്കയിൽ 3 രാജ്യങ്ങളുടെയും എന്ന പോലെയാണ് നമ്മുടെ ഇക്വേറ്റർ കടന്നു പോകുന്നത്. അപ്പോൾ ഇക്വേറ്റർ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ കൂടെ കടന്നു പോകുന്ന കോണ്ടിനെൻ്റ് ഏതാണ്? അത് ആഫ്രിക്കയാണ്. ഇനി ഏതൊക്കെ സമുദ്രങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ വാട്ടർ ബോഡീസിലൂടെയാണ് നമ്മുടെ ഇക്വേറ്റർ കടന്നു പോകുന്നത്? നമ്മുടെ ഇക്വേറ്റർ കടന്നു പോകുന്നത് 3 വാട്ടർ ബോഡീസിലൂടെയാണ്. അറ്റ്ലാന്റിക് ഓഷ്യൻ, പസഫിക് ഓഷ്യൻ, അതുകൂടാതെ ഇന്ത്യൻ ഓഷ്യൻ. ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ 11ാമത്തെ ടോപ്പിക്കാണ്. 11ാമതായിട്ട് നമ്മളോട് ചോദിക്കാറുള്ളത് പ്രൈം മെറിഡിയനെ അടിസ്ഥാനമാക്കിയാണ്. എത്ര രാജ്യങ്ങളിൽ കൂടിയാണ് നമ്മുടെ പ്രൈം മെറിഡിയൻ കടന്നു പോകുന്നത്? 8 രാജ്യങ്ങളിൽ കൂടിയാണ് നമ്മുടെ പ്രൈം മെറിഡിയൻ കടന്നു പോകുന്നത്. അത് ഏതൊക്കെയാണ് ആ രാജ്യങ്ങളെന്ന് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് റീഡ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഇനി എത്ര കോണ്ടിനെൻറ്റിൽ കൂടിയാണ് നമ്മുടെ പ്രൈം മെറിഡിയൻ കടന്നു പോകുന്നത്? 3 കോണ്ടിനെൻറ്റിൽ കൂടിയാണ് നമ്മുടെ പ്രൈം മെറിഡിയനും കടന്നു പോകുന്നത്. ഏതൊക്കെയാണ് ആ കോണ്ടിനെൻറ്റ്സ്? ആഫ്രിക്ക, യൂറോപ്പ്, അതുകൂടാതെ അന്റാർട്ടിക്ക. അടുത്തതായിട്ട് വരുന്നത് എത്ര വാട്ടർ ബോഡീസിൽ കൂടിയാണ് നമ്മുടെ പ്രൈം മെറിഡിയൻ കടന്നു പോകുന്നത്? 6 വാട്ടർ ബോഡികളിൽ കൂടിയാണ് നമ്മുടെ പ്രൈം മെറിഡിയൻ കടന്നു പോകുന്നത്. ഏതൊക്കെയാണത്? അറ്റ്ലാന്റിക് ഓഷ്യൻ, മെഡിറ്ററേനിയൻ സീ, ആർട്ടിക് ഓഷ്യൻ, സതേൺ ഓഷ്യൻ, ഗ്രീൻലാൻഡ് സീ, അതുകൂടാതെ നോർവീജിയൻ സീ. അപ്പോൾ ഈ വാട്ടർ ബോഡീസുകളൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് ചോദിക്കും, നിങ്ങൾക്ക് കുറച്ച് വാട്ടർ ബോഡീസ് ആകട്ടെ, ഇതിൽ ഏതിലൂടെയൊക്കെയാണ് നമ്മുടെ പ്രൈം മെറിഡിയൻ കടന്നു പോകുന്നത് എന്ന് ചോദിക്കും. ഓക്കെ, ഇനി നമുക്ക് 12ാമതായിട്ട് നമുക്ക് ചോദ്യം വരാറുള്ളത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ എത്ര രാജ്യങ്ങളിൽ കൂടിയാണ് നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത്? 16 രാജ്യങ്ങളിൽ കൂടിയാണ് നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത്. ആ 16 രാജ്യങ്ങളും ഞാൻ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നുണ്ട്, അത് നിങ്ങൾ പഠിക്കുക. ഞാൻ പറഞ്ഞല്ലോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മീസലേനിയസ് വരുന്നുണ്ട്, അപ്പോൾ ഇത് കോഡ് ഉപയോഗിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഇത് നിങ്ങൾ റീഡ് ചെയ്തു പോകും, ഇത്രയും രാജ്യങ്ങളിൽ കൂടെ നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത്. ഇനി എത്ര കോണ്ടിനെൻറ്റിൽ കൂടിയാണ് നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത്? 3 കോണ്ടിനെൻറ്റിൽ കൂടിയാണ് നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറും കടന്നു പോകുന്നത്. അത്ര വാട്ടർ ബോഡീസിൽ കൂടിയാണ് നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത്.
6 വാട്ടർ ബോഡീസിൽ കൂടിയാണ് നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത്. ഇന്ത്യൻ ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, പസഫിക് ഓഷ്യൻ, തൈവാൻ സ്ട്രെയ്റ്റ്, റെഡ് സീ, ഗൾഫ് ഓഫ് മെക്സിക്കോ. 12ാമതായി നമ്മുടെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എത്ര രാജ്യങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത്? 10 രാജ്യങ്ങളിൽ കൂടിയാണ് നമ്മുടെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ കടന്നു പോകുന്നത്. ഏതെല്ലാം രാജ്യങ്ങളാണവ? അതും ഞാൻ ഇതുപോലെ തന്നെ ആ 10 രാജ്യങ്ങളും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നോക്കി പഠിക്കുക കേട്ടോ. ഞാനിത് പറയുന്ന പോലെ തന്നെ, കഴിഞ്ഞ ടോപ്പിക്ക് പറഞ്ഞ പോലെ തന്നെ, നമുക്ക് കോഡ് ബേസ് ചെയ്തിട്ട് അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ മീസലേനിയസിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനി എത്ര കോണ്ടിനെൻറ്റിൽ കൂടിയാണ് നമ്മുടെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ കടന്നു പോകുന്നത്? 3 കോണ്ടിനെൻറ്റിൽ കൂടിയാണ്. സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, അതുപോലെ തന്നെ ഓസ്ട്രേലിയ. സൗത്ത് അമേരിക്കയിൽ 4 രാജ്യങ്ങളിൽ കൂടെയും ആഫ്രിക്കയിൽ 5 രാജ്യങ്ങളിൽ കൂടെയും. ഓസ്ട്രേലിയ ഇറ്റ്സെൽഫ് ഒരു കോണ്ടിനെൻ്റ് ആയിട്ടുള്ള രാജ്യമാണ്. അപ്പോൾ അങ്ങനെ ഒന്നുകൂടി കൂട്ടി ഒരു രാജ്യം, അങ്ങനെ 5, 4, 9, 1, 10 രാജ്യങ്ങളിൽ കൂടിയാണ് നമ്മുടെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ കടന്നു പോകുന്നത്. ഇനി എത്ര വാട്ടർ ബോഡീസിൽ കൂടിയാണ് നമ്മുടെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ കടന്നു പോകുന്നത്? 3 വാട്ടർ ബോഡീസിൽ കൂടിയാണ്. ഇന്ത്യൻ ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, പസഫിക് ഓഷ്യൻ. അങ്ങനെ ഈ 3 വാട്ടർ ബോഡീസിൽ കൂടിയാണ് നമ്മുടെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ കടന്നു പോകുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇതിനെ അടിസ്ഥാനമാക്കി അനേകം ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇതുകൊണ്ടും നമ്മുടെ ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ്സ് തീരുന്നില്ല. ഇനി അനേകം ടോപ്പിക്കുകൾ ലാറ്റിറ്റ്യൂഡ്സിനായിട്ട് ലോങ്ങിറ്റ്യൂഡ്സിനെ ബേസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടി ചേർത്ത് നമുക്ക് മീസലേനിയസ് എന്ന് പറഞ്ഞുകൊണ്ട് നെക്സ്റ്റ് വീഡിയോയിലൂടെ കംപ്ലീറ്റ് ചെയ്ത് തീർക്കാം. അതിനകത്ത് കുട്ടിയായിട്ട് വരുന്ന അനേകം ചോദ്യങ്ങളുണ്ട്. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ ചെയ്യാം. അപ്പോൾ ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ്, നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് പറയണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വീലേൺ. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചതല്ല. ഞാൻ കുറച്ച് മുമ്പ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു ചോദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് നിലവിൽ എത്ര അക്ഷാംശ രേഖകളാണ് ഉള്ളതെന്ന്. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് എല്ലാവരും, ഞാൻ 3 ഓപ്ഷൻസാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒന്ന് 179, രണ്ടാമതായിട്ട് 181, മൂന്നാമതായി ഓൾ ഓഫ് ദ എബോവ് ബേസ്ഡ് ഓൺ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് എല്ലാവരും എന്താണ് ഈ 181 എന്നുള്ളത് മാത്രം ഉത്തരമായിട്ട് എടുക്കുന്നത്? നിങ്ങൾ ഈ ഒരു റാങ്ക് ഫയലൊക്കെ നോക്കി പഠിക്കുന്ന സമയത്ത് നിങ്ങളത് ബൈഹാർട്ട് ചെയ്ത് വെക്കും. എത്ര അക്ഷാംശ രേഖകളുണ്ട് അല്ലെങ്കിൽ എത്ര ലാറ്റിറ്റ്യൂഡുകളുണ്ട് എന്ന്. അവിടെ ഏതെങ്കിലും റാങ്ക് ഫയലിനകത്ത് 181 എന്ന് കാണുന്ന സമയത്ത് നിങ്ങളത് പഠിച്ച് വെക്കാതെ, ഞാനൊരു കാര്യം പറയാം. എന്താണ് ബേസിക്കലി ഒരു അക്ഷാംശ രേഖ അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നമുക്ക് നമ്മുടെ ഭൂമധ്യരേഖയുണ്ട്, നമ്മുടെ ഇക്വേറ്ററുണ്ട്. നമ്മുടെ ഇക്വേറ്ററിന് സമാന്തരമായി പാരലായിട്ട് പോകുന്ന കോൺസെൻട്രിക് സർക്കിളുകളെ അല്ലെങ്കിൽ പാരലായിട്ട് പോകുന്ന ലൈനുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലാറ്റിറ്റ്യൂഡുകൾ എന്ന് വിളിക്കുന്നത്. നമ്മളിപ്പോൾ നോർത്ത് പോളിലേക്കും പോവുകയാണ്, സൗത്ത് പോളിലേക്കും പോവാണ്. നോർത്ത് പോളിലേക്കും പോയി സൗത്ത് പോളിലേക്കും ചെന്ന് കഴിയുന്ന സമയത്ത് അവിടെയുള്ളത് 90 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡും 90 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡുമാണ്. പക്ഷേ ഈ 2 ലാറ്റിറ്റ്യൂഡുകൾക്ക് ഒരു കുഴപ്പമുണ്ട്. ഇത് ലാറ്റിറ്റ്യൂഡിൻ്റെ ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതായത് ഇത് വെറൊരു കുത്തില്ലേ, ഒരു പോയിന്റ് മാത്രമാണത്. ബിക്കോസ് അതൊരു ലൈനല്ല, അതൊരു സർക്കിളല്ല. അവസാനം ചെന്ന് നിൽക്കുന്ന 90 ഡിഗ്രി നോർത്ത് ആയിക്കോട്ടെ സൗത്ത് ആയിക്കോട്ടെ, ഇത് രണ്ടും നമ്മുടെ ലാറ്റിറ്റ്യൂഡ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മുടെ NCERTയുടെ ഡെഫിനിഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ജോഗ്രഫിക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ജോഗ്രഫിയുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ കൊടുക്കുന്ന ഡെഫിനിഷൻ ആയിക്കോട്ടെ, അതെല്ലാം പ്രകാരം ഈ 2 പോയിന്റുകളെ നമ്മുടെ നോർത്തിലുള്ളതും സൗത്തിലുള്ളതുമായിട്ടുള്ള 90 ഡിഗ്രി നോർത്തിനെയും സൗത്തിനെയും നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നില്ല? നമ്മൾ ലാറ്റിറ്റ്യൂഡുകളായിട്ട് കണക്കാക്കുന്നില്ല. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യും? നമ്മൾ ഈ 181 ഈ 2 അങ്ങ് കുറയ്ക്കണം. അതായത് 179 നമുക്ക് നിലവിലുള്ള ലാറ്റിറ്റ്യൂഡുകൾ എന്ന് പറയുന്നത്. ഇനി ഏത് സമയത്താണ് 181 ഉത്തരം വരിക? അതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്കൊരു ചോദ്യം വരികയാണ്. ആ ചോദ്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, 90 ഡിഗ്രി നോർത്തും സൗത്തും ആ ലാറ്റിറ്റ്യൂഡുകളെ, ആ പോയിൻറ്റ്സുകളെയും കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര ലാറ്റിറ്റ്യൂഡുകൾ ഉണ്ട് എന്ന് ചോദിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് 181 ഉത്തരമാവുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഞാൻ പറഞ്ഞില്ലേ, റാങ്ക് ഫയൽ നോക്കിയിട്ട് നമ്മൾ ഈ കഥയറിയാതെ ആട്ടം കാണുക എന്നുള്ള രീതിയിൽ നമ്മളത് പഠിച്ചു വെക്കും. പക്ഷേ നമുക്ക് ഏതെങ്കിലും ഒരു ചോദ്യത്തിന്, ഇപ്പം നിങ്ങളിപ്പം ചന്ദ്ര സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു എക്സാം എഴുതുന്ന സമയത്ത് അവിടെ നിങ്ങൾക്കൊരു ചോദ്യം വരികയാണ്, എത്ര ലാറ്റിറ്റ്യൂഡുകളുണ്ട് എന്ന് അവിടെ ഒരു ചോദ്യം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ 181 പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോവും. നമ്മുടെ ഉത്തരം വരിക 179. കാരണം
നമ്മുടെ NCERTയുടെ ജോഗ്രഫിയുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഡെഫിനിഷനും ഇതാണ്. നമുക്ക് 179 ലാറ്റിറ്റ്യൂഡുകൾ മാത്രമേ ഉള്ളൂ. ഇനി 181 ആകുന്ന സാഹചര്യം ഞാൻ പറഞ്ഞു. നമുക്ക് നോർത്തിലും സൗത്തിലും 90 ഡിഗ്രി നോർത്തിലും 90 ഡിഗ്രി സൗത്തിലുമുള്ള 2 പോയിന്റുകൾ, അതൊരു സർക്കിൾ അല്ല, അതൊരു ലൈൻ അല്ല, അത് ലാറ്റിറ്റ്യൂഡിൻ്റെ ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. എന്നിരുന്നാലും ഇവയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര വരും? 181 വരും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ, വെറുതെ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കാതെ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചല്ല, ബട്ട് ഞാൻ നിങ്ങൾ ആ ഒരു ഇത്രയും വലിയൊരു മിസ്റ്റേക്ക് അവിടെ ചെയ്യുന്നത് കൊണ്ട് മാത്രം ഞാനിപ്പോൾ ചെയ്തതാണ്. ഓക്കെ, താങ്ക് യു.